അപ്പം ഞാൻ ഈ രാവിലെ ഈ വീഡിയോ കാണാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്, നമ്മുടെ ട്രെയിനിൻ്റെ മുമ്പിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മുടെ സിനിമയിലൊക്കെ ആണെങ്കിൽ നായകന്, അതുപോലെ സ്പൈഡർമാന്, അങ്ങനെയുള്ള അമാനുഷിക ശക്തിയുള്ളവരൊക്കെ ട്രെയിനിൻ്റെ താഴെയും കിടന്നു അല്ലെങ്കിൽ ട്രെയിനെ അള്ളിപ്പിടിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് സിനിമയിൽ മാത്രമേ സംഭവിക്കത്തുള്ളൂ എന്നുള്ള കാഴ്ചപ്പാട്. സിനിമയിൽ വരുന്ന കഥകൾക്കൊന്നും പ്രത്യേകിച്ച് ചോദ്യമില്ല, അതെങ്ങനെ വേണമെങ്കിലും സംഭവിക്കും അല്ലേ. ട്രെയിനിൻ്റെ ആണെങ്കിൽ പിടിച്ചു നിർത്താം, ട്രെയിൻ വേണമെങ്കിൽ മറിച്ചിടാം, അതൊക്കെ സിനിമയിലെ കഥാപാത്രങ്ങൾ ചെയ്യുന്നതാണ്. പക്ഷെ നിത്യജീവിതത്തിൽ ഒരു മനുഷ്യനെ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മുടെ മുന്നിലൊരു ട്രെയിൻ വന്ന് നിന്നുപോയി, എന്തായിരിക്കും അവസ്ഥ? നമ്മൾ പാളത്തിലൊക്കെ കിടക്കും എന്നുള്ളതാണ്. അപ്പോൾ പാളത്തിൽ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. ഇതൊക്കെ എനിക്ക് സംശയമായിരുന്നു. സിനിമയിലൊക്കെ നമ്മളിങ്ങനെ ഒത്തിരി ഇതുപോലുള്ള ഒത്തിരി രംഗങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നിത്യജീവിതത്തിൽ അങ്ങനെ സംഭവിക്കും എന്ന് ഒരു കാരണവശാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷേ കഴിഞ്ഞ ദിവസമല്ല, 10-12 ദിവസമായി ഞാനാണ് വൈകിപ്പോയത്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ വൈകിപ്പോയി. അപ്പം രാവിലെ നമ്മൾ കണ്ടൻ്റ് ഒന്നും ഇല്ലാതെ വിഷമിച്ച് കഴിഞ്ഞപ്പം പല വീഡിയോകളും എടുത്ത് പിള്ളേരിങ്ങനെ കാണിച്ചത്. അതുകൊണ്ട് പറഞ്ഞു അപ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോയത്, ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളത്. ഇത് വൈറലായ വീഡിയോ ആണ്. ഏതായാലും വൈകിയെങ്കിലും ഞാൻ ഈ വീഡിയോ അങ്ങ് ചെയ്യുക. അപ്പോൾ ഇതിനകത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ പവിത്രൻ, കണ്ണൂരുകാരനാണ്. അദ്ദേഹം വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് ഫോൺ വിളിച്ചുകൊണ്ട് പുള്ളി നടന്നു വരികയാണ്. നടന്നു വരുമ്പോഴാണ് ട്രെയിന് വരുന്നത് കണ്ടു കാണത്തില്ല, പാവം. കാണാതെ വന്ന് ട്രെയിനിൻ്റെ മുന്നിലകപ്പെട്ടു. ഒരു നിമിഷം പുള്ളി ഒന്നും ആലോചിച്ചില്ല, ട്രെയിനിൻ്റെ മുമ്പിലും കിടന്നു. ആ ട്രെയിനെല്ലാ ബോഗികളും പോയതിന് ശേഷം പുള്ളി നടന്നു പോകും. അതുതന്നെയാണ് ആ വീഡിയോ. കാണാത്തവരുണ്ടെങ്കിൽ നമുക്കതൊന്ന് കാണാം. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ കാണുമ്പോഴേ നമ്മൾ സാധാരണ ട്രെയിനിൻ്റെ മുന്നിൽ അകപ്പെട്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതപോലെ അപൂർവമായിട്ട് ഇങ്ങനെയൊക്കെയാണ് മനുഷ്യൻ രക്ഷപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് പകർത്തിയത് ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അവിടെ പുള്ളി റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അവിടുത്തെ സ്ഥലവാസി തന്നെയാണ്. പുള്ളി ട്രെയിൻ വരുന്നത് കാണുന്നുണ്ട്, ഒരു മനുഷ്യൻ നടന്നു പോകുന്നത് കാണുന്നുണ്ട്. പുള്ളി വിളിച്ചു പോവുകയെങ്കിലും ഈ ഫോൺ എന്ന് പറയുന്ന സാധനം വല്ലാത്ത അവസ്ഥയാണ്. ഈ ഫോൺ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും തിരിയത്തില്ല. ഈ അന്തരീക്ഷത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ലാതാവും. അതാണ് ഈ ഫോണിൻ്റെ ഒരു മായാ ശക്തി എന്ന് പറയുന്നത്. അത് നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട്, പല അപകടങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഫോൺ വിളിയാണ്. ചിലവർ ട്രെയിൻ ക്രോസ് ചെയ്ത് ഈ പാളത്തെ കൂടെ ക്രോസ് ചെയ്ത് പോകുമ്പോഴും ട്രെയിൻ ഇടിച്ച് മരിച്ചിട്ടുണ്ട്. അന്നേരം അവരുടെ കയ്യിൽ ഒരു ഫോൺ കാണും. അതുപോലെ വണ്ടി അപകടങ്ങൾ ഉണ്ടാകുന്നതിനും ഒരു കൂട്ടർ ഫോണ് തന്നെ. അപ്പോൾ ഫോണൊരു നമ്മുടെ ജീവിതത്തിൻ്റെ ഒഴിച്ചു കൂട്ടാൻ വയ്യാത്തൊരു സാധനമായി, ഒഴിച്ചു കൂട്ടാൻ വയ്യാത്തതല്ല, കൂടാൻ വയ്യാത്തൊരു സാധനമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഫോണ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ജീവിതത്തിൽ വഹിക്കുന്ന പങ്ക് വലുത് തന്നെ. പക്ഷെ ഇങ്ങനെയും ചില വശങ്ങളുണ്ട്. ഏതായാലും ശ്രീജിത്ത് പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഞാനിന്നലെ വൈകുന്നേരം ഇവിടെ വന്നിരിക്കുകയായിരുന്നു. ഇരിക്കുന്ന സമയത്താണ് ഒരാൾ നടന്നു പോകുന്നത് കണ്ടു. ആദ്യം ഞാൻ ബഹളം വെച്ചായിരുന്നു. അതിനുശേഷം ഞാനും കേൾക്കുന്നുണ്ടായിരുന്നു, ട്രെയിനിൻ്റെ ഹോൺ അത് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ട്രെയിനും ആളും ഒരേ ലെവലിലാണ് ഉള്ളത്, ട്രാക്ക്. അപ്പം ഞാൻ ആദ്യം വെള്ളം വെച്ചു. ആ സമയത്ത് തന്നെ ഒരു ട്രെയിൻ എടുക്കുന്നതിന് മുന്നേ മൊബൈലെടുത്ത് താഴെ വെച്ച് ഒരൊറ്റ കടന്നു വന്നു. ആദ്യം ഞാൻ ട്രെയിന് പോകുന്നതിന് മുന്നേ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ എനിക്ക് ബേജാറായതുകൊണ്ട് വീഡിയോ ഓണാക്കാൻ പറ്റില്ലായിരുന്നു. ട്രെയിനിൻ്റെ ഒരു 2-3 ബോഗി പോയതിന് ശേഷമാണ് ഞാൻ ഇത് ഓൺ ചെയ്യുന്നത്. അതിന് ശേഷമുള്ള വീഡിയോ ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ആദ്യം ചേട്ടൻ ശബ്ദം ഇങ്ങനെ വിളിച്ചു പറഞ്ഞിരുന്നു മാറാൻ പറഞ്ഞായിരുന്നു. ഇത് ട്രെയിൻ വരുന്നത് ആ ചേട്ടൻ അടുത്തുനിന്നാണോ കണ്ടത് അല്ലെങ്കിൽ ദൂരെ തന്നെ കണ്ടിരുമോ? അപ്പോൾ കുറച്ച് ദൂരം നിന്നേ കണ്ടിട്ടുണ്ട്. കുറച്ച് ദൂരം നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിക്കുന്നത്. അതിന് ഈ ട്രെയിൻ വരുന്നതിന് മുന്നേ കിടക്കുന്നുണ്ടായിരുന്നു.
അപ്പോൾ അതെന്താ അങ്ങനെ കിടക്കാൻ അന്വേഷിച്ചിരുന്നോ? ഇല്ല, ആളെ കണ്ടിട്ടില്ല, അറിയില്ല ആളെവിടെയാന്ന്. എവിടെയാന്ന് അന്വേഷിച്ചിട്ടുണ്ട്. അതൊന്ന് പോയി നോക്കിയിട്ടൊന്ന് ചോദിച്ചു നോക്കാന്നുള്ള എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ട്രെയിൻ കണ്ടപ്പോൾ അങ്ങനെ പെട്ടുപോയതല്ല അല്ലേ? അല്ലല്ല, ആള് അപ്പം തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. മൊബൈലെടുത്ത് താഴെ വെച്ചിട്ട് കിടന്നത്. ആ ദൃശ്യങ്ങൾ കണ്ടാൽ ഒരുപക്ഷെ അത് മദ്യലഹരിയിലാണ് എന്ന തരത്തിലൊക്കെ വലിയ രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ ചേട്ടൻ എന്താണ് തോന്നിയത്? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ആൾ മദ്യപിച്ച് അങ്ങനെ തോന്നിയിട്ടില്ല. ഇല്ല. ഇപ്പൊ ഇതിനകത്ത് ശ്രീജിത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. മാധ്യമങ്ങളും അതുപോലെ തന്നെ പലരും കമന്റായിട്ട് പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഈ മനുഷ്യൻ വെള്ളം അടിച്ചിട്ടാണ് അങ്ങനെ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യാൻ തോന്നുമോ? നമുക്ക് ആദ്യമേ തോന്നുന്നത് അങ്ങനെയാണ്, വെള്ളമടി. അതുമല്ല, പുള്ളി ലാസ്റ്റ് ഈ ബോഗികളെല്ലാം പോയതിന് ശേഷം പുള്ളി നടന്നു പോകുന്നുണ്ട്. ഒരു മദ്യപാനികളുടെ സ്റ്റൈലായിട്ടാണ് പുള്ളി നടന്നു പോകുന്നത്. പക്ഷെ ഇത് കണ്ട ശ്രീജിത്ത് പറയുന്നുണ്ട് ഒരിക്കലും അദ്ദേഹം മദ്യപിച്ചിട്ടില്ല എന്ന്. അതുതന്നെയായിരിക്കും. അതുപോലെ ഈ അപകടത്തിൽപ്പെട്ട ആളും പറയുന്നു, പവിത്രൻ എന്ന് പറയുന്ന കണ്ണൂരുകാരനായ വ്യക്തി, പുള്ളിയും പറഞ്ഞു തന്നുണ്ട് ഞാൻ മദ്യപിച്ചിട്ടില്ല എന്ന്. പക്ഷേ നമുക്കത് എന്തുമാത്രം ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളത് സംശയമാണ്. കാരണം എനിക്ക് തോന്നുന്നു നടന്നു പോകുന്നു, അപ്പം മുമ്പിൽ ട്രെയിന് പെടുന്നു, നമ്മൾ താഴെ കിടക്കുന്നു, രക്ഷപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അന്തരീക്ഷം, തലകറങ്ങുന്നതും വല്ലാത്ത അവസ്ഥയിലേക്ക് മാറും. അപ്പം നമ്മൾ നടന്നു പോകുന്ന ഒരു പക്ഷേ മദ്യപാനികളെ പോലെ ആയിരിക്കാം അല്ലേ? അങ്ങനെ സംഭവിക്കാം. ഏതായാലും ഈ അപകടത്തിന് വിധേയമായ പവിത്രൻ എന്ന് പറയുന്ന കണ്ണൂരുകാരനായ പവിത്രൻ, ആ സാധു മനുഷ്യൻ, അദ്ദേഹം പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. നമ്മളായി വിളിച്ചു. അപ്പോൾ അങ്ങോട്ട് സംസാരിക്കുമ്പോൾ വണ്ടി മുന്നിലെത്തിയപ്പോൾ നമ്മൾ വണ്ടി മുന്നിലെ കാണുന്നത്. അപ്പോൾ അങ്ങ് കടന്നു, വേറെ രക്ഷയില്ല. അപ്പുറം ഇതാക്കാൻ പേടിയുണ്ടായിരുന്നു. പുള്ളിക്ക് വലിയ ഭാഗ്യമാണ്. കേട്ടവരും കേൾക്കാത്തവരും എല്ലാം പറയുന്നത് പുള്ളി വല്ലാത്തൊരു ഭാഗ്യവാനാണ് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ലോട്ടറി എടുത്തു, അന്നേരം തന്നെ അടിക്കും എന്നാണ് പറയുന്നത്. ഏതായാലും പവിത്രൻ എന്ന് പറയുന്ന ആൾ, പുള്ളി നമ്മൾ കേട്ടിട്ട് കണ്ടിട്ടും ഒരു സാധുവായ മനുഷ്യനാണ്. പുള്ളി എന്നിട്ടും മൊബൈൽ പുള്ളി തെറിച്ചു. അതുപോലെ പലരും ചോദിക്കുന്ന, കമൻ്റായിട്ടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പുള്ളി എന്തുകൊണ്ട് ഓടി രക്ഷപ്പെട്ടില്ല, ചാടി രക്ഷപ്പെട്ടില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ട്രെയിൻ മുന്നിൽ, എനിക്ക് തോന്നുന്നു ട്രെയിൻ ഇച്ചിരി അകലെയാണെങ്കിലും നമ്മൾ ഈ ട്രെയിനിൻ്റെ മുന്നിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാത്ത അവസ്ഥ. ഒരുപക്ഷെ ഈ കിടക്കുന്ന സമയം കൊണ്ട് അപ്പുറത്ത് ചാടി രക്ഷപ്പെടാമായിരിക്കാം, നമുക്കറിയില്ല. പക്ഷേ പുള്ളിക്ക് അങ്ങനെ തോന്നിയില്ല, നമുക്കൊന്നും ചെയ്യാൻ തോന്നിയില്ല. നമ്മൾ സ്തബ്ധരായി അവിടെ നിന്നു പോകും അല്ലേ? നമുക്ക് അനങ്ങാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ കിടക്കുക എന്നുള്ളതാണ്. ഒരുമാതിരിപ്പെട്ടവരൊക്കെ ബോധം കെട്ട് താഴെ വീഴും. ഇനിയും പുള്ളി ബോധം കെട്ട് താഴെ വീണതാണോ എന്നറിയില്ല. പുള്ളി ഏതായാലും കിടന്ന്, അത് പുള്ളിക്ക് ജീവിതത്തിൽ ഒരു തിരിച്ചുവരവായി മാറി എന്നുള്ളതാണ്. ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു രക്ഷപ്പെടലാണ് ഇതെന്ന് തോന്നുന്നു. കാരണം ഈ പാളം, ഞാനിത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ പാളങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോകുമ്പോഴേ നമുക്ക് ഇത് തീർന്നു എന്നറിയാൻ വേണ്ടി തലപൊക്കി നോക്കണമെന്ന് തോന്നിപ്പോയാൽ തീർന്നില്ലേ അവസ്ഥ. ഇതൊരു വല്ലാത്ത അവസ്ഥയാണല്ലേ. അതിനുശേഷം പുള്ളി നടന്നു പോകുന്ന അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവസ്ഥ വളരെ ഭീകരമാണ്. അപ്പം വളരെ സന്തോഷമായി. ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ ഞാൻ കാണുമ്പോൾ എനിക്ക് ഒന്നുകിൽ ആരെങ്കിലും മറിഞ്ഞു വീഴുന്നതോ പാളത്തിനിടയിൽ പെടുന്നതോ ഒക്കെയാണ്, അപകടങ്ങളാണ് കൂടുതൽ കാണുന്നത്. അപ്പോഴൊന്നും നമുക്ക് കാണാൻ യാതൊരു താല്പര്യമില്ല. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞപ്പം മനസ്സിനൊരു സന്തോഷമാണ്. കാരണം ട്രെയിനിൻ്റെ അടിയിലൊക്കെ പെട്ട് കഴിഞ്ഞ് ഒരാൾ രക്ഷപ്പെടുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷമാണ്. ഇങ്ങനെ രക്ഷപ്പെടുന്നത് ഞാൻ ആദ്യമേ കാണിച്ച പോലെ തന്നെ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അത് ജീവിതത്തിൽ കാണുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. വളരെ വൈകിയെങ്കിലും നിങ്ങളുമായിട്ട് ഈ വീഡിയോ പങ്കുവെച്ചെന്നേ ഉള്ളൂ. കാരണം നിങ്ങളെല്ലാവരും ഇത് കണ്ടു കാണും. പക്ഷേ എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോഴേ നമ്മുടെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെച്ചെന്നേ ഉള്ളൂ. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ എത്താം. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഞാനെല്ലാം മറവിയാണ്. ഇത് തന്നെയാണ് നമ്മുടെ പ്രശ്നം. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.